ഗൈസ്, വെൽക്കം ബാക്ക് ടു അൻഷുവൈറ്റി. അപ്പം നമ്മൾ ഇന്ന് വന്നത് സിമുലേറ്റർ ഇന്തോനേഷ്യ ആയിട്ടാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോ എന്താണെന്നില്ല ഗൈസ്. ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മളെ പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം ഡെലിവറി എടുത്ത് നമ്മളെ ബസ്സിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വണ്ടിക്കിട്ട പേര് ക്രൂസർ എന്നാണ്. അപ്പോൾ ഏതായാലും അതിനെ പോയി ഡെലിവറി എടുക്കണം. അതിന് മുന്നേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളെ ഓഫീസാണ്. നമ്മൾ അൻഷു ഹോളിഡേയ്സിൻ്റെ ഓഫീസാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ചെറിയ ഷെഡ് ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ട്രാവലർ അതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. അപ്പം അതേ നമ്മളെ ഓഫീസിൽ കയറി പറ്റിയ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വന്തം സ്റ്റീവാണ് ഗൈസ്. ഇപ്പോൾ സ്റ്റീവ് ഇന്നലെ നമ്മൾ വർക്ക് കഴിഞ്ഞ് നേരം കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ ഓഫീസിൽ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വർക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ ലൈറ്റിൻ്റെ കളറൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വൈറ്റ് ആക്കിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു ഭാഗം വൈറ്റ് ആക്കിയിട്ടുണ്ട്, ഹെഡ് ലൈറ്റിൻ്റെ. പിന്നെ നമ്മളെ കൊമ്പിന് ചെറിയ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സ് ആയിട്ടുള്ള കളറുള്ള ഒരു ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗൈസ്. പിന്നെ നമ്മൾ വേറെ വർക്കൊന്നും ചെയ്തില്ല. പിന്നെ ഒരു ചെറിയ യെല്ലോ ലൈൻ കൊടുത്ത് അങ്ങനത്തെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. ഒരു വർക്ക് കൂടി ചെയ്ത് നമ്മൾ ടോപ്പ് ലൈറ്റിൻ്റെ കളർ മാറ്റിയാണ്. അതുപോലെ ലൈറ്റിൻ്റെ കളർ ഇട്ടു. ആടാനൊരു ചെറിയൊരു സംഭവമുണ്ട്, അതിൻ്റെ കളർ നമ്മൾ മാറ്റി. നേരെ ബസ് എടുക്കുകയാണ്. എന്നിട്ട് നേരെ നമ്മൾ വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിടാണ് ജേഴ്സി. ഒരു ബസ് വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിടണം. വേറെ എന്തില്ല ഗൈസ്, ഈ വണ്ടി വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിടാൻ കാരണം വണ്ടി നല്ല ചളിയുണ്ട്. പിന്നെ ട്രിപ്പൊക്കെ പോകാനാണ് വണ്ടി. അതുകൊണ്ട് തന്നെയാണ് വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിടാൻ വിചാരിച്ചത്. അപ്പോൾ ഏതായാലും വണ്ടി നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നൈസായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നേരെ നമുക്ക് എടുത്തിട്ട് പോകാം. ഇപ്പോൾ നമ്മളിരിക്കുന്നത് നമ്മളെ വീട്ടിലാണ്. ഇതാണ് ഗൈസ് നമ്മളെ വീട്. മറ്റേ വീട് ലോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബസ് ഏതായാലും ഈ ഒരു വീട്ടിൽ കൊള്ളൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ് എടുക്കണം, കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ ബസ് എടുത്ത് നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ട് കാണാം. നമ്മളെ ചെറുക്കനെ നേരെ നമ്മൾ വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ വണ്ടി എടുക്കുക പോവുക തന്നെയാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിലേക്കാണ് പോണേ. അവിടെ ചെറിയ സാധനം ഉണ്ട് ഗൈസ്, അത് പോയി എടുക്കണം. അപ്പോൾ നേരെ നമുക്ക് പെട്രോൾ പമ്പ് പോകാം. പമ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ നടക്കുന്നുണ്ട്. ഒരു ലിഫ്റ്റ് എടുത്തേക്കാണ് നമ്മൾ വന്നത്. ഏതായാലും വെച്ചന് വന്ന് ആക്കിയെന്നുകൊണ്ട് ലാഭമായി. അത് നല്ല വെച്ചനാണ്. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ പമ്പ് എത്തിയിട്ടുണ്ട്. ഏതായാലും വെച്ചാൻ ഒരു 500 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മളെ പമ്പിൽ നമ്മൾ ചെറുക്കാൻ കിടക്കുന്നുണ്ട്. അത് കേസ് നമ്മൾ ട്രാവലർ എടുത്തിട്ടുണ്ട്. നമ്മളെ പൈക്കിളിനെ നമ്മൾ കൊടുത്ത് കേസ്. എന്നിട്ടാണ് ഈ ഒരു ട്രാവലറിനെ എടുത്തിട്ടുള്ളത്. പൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രിപ്പും കിട്ടില്ല. നമ്മളെ പയ്യച്ചൻ്റെ കുട്ടി ബസ്സൈനി കേസ്, അതിൻ്റെ ട്രിപ്പും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വണ്ടി കൊടുത്തത് കേസ്. പിന്നെ ട്രാവലർ കയറിയാണെങ്കിൽ സ്കൂളോട്ടും പോവാം. എന്നിട്ട് വെറുതെ തിരക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് എന്തെങ്കിലും നമ്മളെ ആവശ്യത്തിനായിട്ട് പോവാം. പിന്നെ ചെറിയ ചെറിയ ട്രിപ്പൊക്കെ നമ്മളെ വണ്ടിക്ക് കിട്ടും. അപ്പം നല്ല മഴയാണ്, വണ്ടി കയറാം. അതിൽ വണ്ടീൻ്റെ ക്യാബിനൊക്കെ കിടലാം വ്യൂവിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതല്ല ഇത് ചെയ്ത മച്ചാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് തന്നെ പറയുന്നത് ഗൈസ്. അപ്പം നമുക്ക് നേരെ വണ്ടി എടുക്കുകയാണ്, ഇവിടുന്ന് പോവാണ്. ഇപ്പം എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുന്നവരോട് വേറെ ആയിട്ടുമില്ല, നമ്മൾ കോംസ് ക്ലബിൻ്റെ വർക്ക്ഷോപ്പിൽ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പം ഗൈസ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മളെ സ്റ്റിക്കർ കടയിൽ. അപ്പോൾ നമ്മളെ ചെറുക്കനെ ഇവിടെ വെക്കുകയാണ്. അപ്പം വേറെ എന്തെങ്കിലും ഗൈസ്, ഈ ചെറുക്കനെ ഇവിടെ വെച്ചാണ്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് നേരെ പോകണം. ചെറുക്കൻ വേണ്ടുന്ന സ്റ്റിക്കർ വർക്ക് കഴിയണം. കാരണം നമ്മൾ ചെറുക്കൻ്റെ സ്റ്റിക്കറൊന്നും നമ്മൾ പറിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് പറിക്കണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ കാണിക്കാം. നെയിം കണ്ടില്ല ഗൈസ്, ഇത് നമ്മൾ ഫസ്റ്റ് ഓണറിൻ്റെ നെയിമാണ്. ഒക്കെ പറിക്കണം. പിന്നെ നമ്മളെ ഇന്ത്യയിലുള്ള ക്യാബിലെല്ലോ ആ നെയിമുണ്ട്, ഒക്കെ നമുക്ക് പറിച്ച് കളയണം. അതാണ് നമ്മളെ പണി. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇവിടുന്ന് കോംസ് ക്ലബിൻ്റെ വരെ പോകണം ഗൈസ്. നേരെ ആട്ട് പോയിട്ട് കാണാം. കോമൺ ക്ലബിൻ്റെ മണിയറയിലാണ്. അപ്പം നമ്മൾ വരാൻ കാര്യം നമ്മളെ സ്വന്തം ക്രൂസറാണ്. അപ്പോൾ ചെറുക്കൻ ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ചെറുക്കനെ കണ്ടാൽ എന്തായാലും നെട്ടും. അപ്പം നിങ്ങൾ നെട്ടേണ്ട ഗൈസ്. നേരെ കണ്ടുള്ളി നമ്മൾ ആദ്യത്തെ PS6 എന്ന് തന്നെ പറയാം. നമ്മളെ ഫാമിലിയിൽ ഒരുപാട് കണ്ണ് കണ്ടില്ലേ ഗൈസ്. എൻ്റെ മോനെ സീനിൽ ഗൈസ്. Problems we could solve. Try another. I know you got one more. There's no hurry. The night light's calling. In the van we're
driving to Austin. This feels like തന്നെ പറയാം ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ലെജൻഡിൻ്റെ ഒരു ബാക്കി എന്ന് തന്നെ പറയാം ഗൈസ്. പണ്ട് നമ്മൾ എടുത്ത നമ്മളെ ലെജൻഡിൻ്റെ ഒരു ബാക്കിയാണ് നമ്മളെ ക്രൂസർ എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു വണ്ടീൻ്റെ ഓർമ്മക്ക് വേണ്ടി എടുത്ത വണ്ടിയാണ് നമ്മളെ ക്രൂസർ. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാം വണ്ടി ഞാൻ ഇറക്കുന്ന കാഴ്ച. അപ്പോൾ ഏതായാലും ചെറുക്കനെ കാണാമല്ലോ, ബ്രേക്കൊക്കെ പിടിച്ച് വണ്ടിൻ്റെ പോകാൻ. അപ്പോൾ ആനിമേഷൻ സീനായിട്ട് ഗൈസ്. അപ്പോൾ അത് കോമൺ ക്ലബ്ബ് പൊളിച്ച് തന്നെ പറയാമല്ലോ ഗൈസ്. അതായത് കോമൺ ക്ലബ്ബ് പൊളിച്ചടുക്കിയ ഒരു വണ്ടി. എൻ്റെ മോനെ സീൻ വണ്ടി. അപ്പോൾ ഏതായാലും നമുക്കിനി നമ്മളെ ഷെഡിൽ ചെറുക്കനെ എത്തിച്ചിട്ട് കാണാം. ഇത് കാണിക്കുന്ന ഇതാണ് നമ്മളെ വണ്ടിക്ക് ചെയ്ത നമ്മളെ വർക്ക് എന്ന് തന്നെ പറയാമല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ഇനി വരെ നമ്മളെ വണ്ടിക്ക് ചെയ്യാണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഓടാനായിട്ട് നല്ല PS6 ഓടിക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു വണ്ടി പെട്ടെന്ന് തന്നെ ഇറക്കുക വിചാരിച്ച നമ്മളെ ATP ഗ്യാങ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഗൈസ്. അപ്പോൾ ATPനൊക്കെ നമ്മൾ പീക്കാച്ചു കൂടി റെഡി ആകുകൊണ്ട് പീക്കാച്ചു കൂടി ഇറങ്ങും. അപ്പോൾ പീക്കാച്ചു എടുത്ത് തന്നെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഞാൻ ചെയ്തത് മണ്ടാണെങ്കിൽ റിലീസാക്കാൻ പോകുന്ന ട്യൂസ്ഡേയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും അന്നായിരിക്കും നിങ്ങൾക്ക് ഒരു ഐറ്റത്തെ കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും നമുക്ക് ഞാൻ ഷെഡ് എത്തിയിട്ട് കാണാം. ഷെഡിലോട്ടൊക്കെ എത്തിച്ചിട്ടുണ്ട്. മോനെ ഒരു മാലയുടെ ഐറ്റം തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതിനോട് പിടിച്ച് കാണുന്ന വണ്ടിയൊക്കെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ഗൈസ്. അതായത് ഇതിനെ പൊട്ടിച്ച് നിൽക്കാൻ ഒരു വണ്ടീൻ്റെ അറിവിലില്ല തന്നെയാണ്. അപ്പോൾ നല്ല ചെറിയൊക്കെ ഉണ്ട്, നമുക്കൊന്ന് വാഷ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാം പാകമായി.